കുക്കു 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 കുയിലേ കുക്കു കുക്കു കുയിലേ എന്റെ കൈ നോക്കുമോ ആരും കാണാതെ എന്നോടൊരു കാര്യമോതുമോ കുക്കു കുക്കു കുയിലേ എന്റെ കൈ നോക്കുമോ ആരും കാണാതെ എന്നോടൊരു കാര്യമോതുമോ അവനാരെന്ന് ചൊല്ലുമോ നീ ചൊല്ലുമോ അനുരാഗരാജയോഗമൊന്നു നീ ഓതുമോ നീ പാടുമോ കുക്കു കുക്കു കുയിലേ എന്റെ കൈ നോക്കുമോ ആരും കാണാതെ എന്നോടൊരു കാര്യമോതുമോ തരരാരാരരാ തരരാരാരരാ ഹേ കണ്ണുകൾ കഥ പറഞ്ഞാൽ എന്തു തോന്നുമോ കള്ളനവൻ എന്നെ കണ്ടാൽ എന്തു തോന്നുമോ മുന്നിൽ നിന്ന് പുഞ്ചിരിച്ചാൽ എന്തു തോന്നുമോ മെലിയൊന്നു ചേർന്നു നിന്നാൽ എന്തു തോന്നുമോ അവനൊന്നു മിണ്ടുമെങ്കിൽ അല തല്ലുമെന്റെ സ്നേഹം അവനൊന്നു തേടുമെങ്കിൽ കൊതി തുള്ളുമെന്റെ മോഹം സുഖമഴയിൽ ഞാൻ രോമാഞ്ചമാകും കുക്കു കുക്കു കുയിലേ എന്റെ കൈ നോക്കുമോ ആരും കാണാതെ എന്നോടൊരു കാര്യമോതുമോ ജാതിമല്ലിപ്പൂവേ നീയൊരു ചെണ്ടു നൽകുമോ മഴവിൽ തോഴി നീയൊരു കോടി നൽകുമോ 4 മണിക്കാറ്റേ ചെമ്പടമേളം നൽകുമോ പൊന്മാന പെണ്ണേ നീയൊരു താലി നൽകുമോ ഒരു മന്ത്രകോടി വേണം മണിമുല്ലപ്പന്തൽ വേണം സ്വരരാഗധാര വേണം മലർമോഹശയ്യ വേണം ഇനി എന്റെ രാവുകളിൽ ചന്ദ്രിക വേണം കുക്കു കുക്കു കുയിലേ എന്റെ കൈ നോക്കുമോ ആരും കാണാതെ എന്നോടൊരു കാര്യമോതുമോ അവനാരെന്ന് ചൊല്ലുമോ നീ ചൊല്ലുമോ അനുരാഗരാജയോഗമൊന്നു നീ ഓതുമോ നീ പാടുമോ ഹേയ് കുക്കു കുക്കു കുയിലേ എന്റെ കൈ നോക്കുമോ ആഹാ ആരും കാണാതെ എന്നോടൊരു കാര്യമോതുമോ ദേവട്ടി എന്തോ ഒരു കുയിലിനെ പോലെ ഇരുന്ന് പാടുമായിരുന്നു. താങ്ക് യു ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ ഹരിച്ചേട്ടാ. ദേവിക എന്തോ നന്നായിട്ട് പാടി മോള്. താങ്ക് യു പക്ഷെ ഇത് ഏത് റൗണ്ടാ? ഫാസ്റ്റ് ഇവിടെ എവിടെയായിരുന്നു ഫാസ്റ്റ് ഈ പാട്ടില്? ഇതില് ഫാസ്റ്റ് ഉണ്ടായിരുന്നോ?
കുറച്ച് എവിടെയാ കുറച്ച് എവിടെയാണെന്നൊന്ന് പറയാമോ? ഫസ്റ്റ് പല്ലവി കുക്കു കുക്കുവാടൻ. കുക്കു കുക്കുവിൻ്റെ അവിടെ ഫാസ്റ്റായി, കുക്കു കുക്കു കഴിഞ്ഞ് പിന്നെ മൊത്തം സ്ലോ ആയി. ഓക്കെ മോളെ, അതായത് ഈ റൗണ്ട് ശരിക്കും നമ്മൾ വെച്ചിരിക്കുന്ന ഫാസ്റ്റ് സോങ്സിൻ്റെ പെർഫോമൻസിനാണ്. അതൊരു പെർഫോമൻസ് അല്ലേ മോൾ? അവിടെ നമ്മുടെ ബാക്കി എല്ലാവരുടെയും കണ്ടില്ലേ പാടിയത്? അപ്പോൾ ഇതിൻ്റെ സോങ് ചോയ്സ് ടോട്ടലി ഇതിൽ റോങ് ചോയ്സാണ്. ഈ റൗണ്ടിന് പറ്റിയൊരു പാട്ടേ അല്ല മോള് ചൂസ് ചെയ്തത്. പക്ഷെ മോക്ക് ഈ പാട്ട് മോള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. പക്ഷെ റൗണ്ട് മാറിപ്പോയി എന്ന് മാത്രം കേട്ടോ. റൗണ്ട് ചെറുതായിട്ട് റൗണ്ട് ഒന്ന് മാറിപ്പോയി. പിന്നെ കുറേ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു. ഞാനിതിൽ റോങ് ചോയ്സ് എന്ന് മാത്രമാണ് എൻ്റെ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്, വേറെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നാലും നന്നായിട്ട് പാടി മോള്, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. താങ്ക് യു ഇനി സർ. തൊട്ട് സോങ്സ് എടുക്കുമ്പം ആ റൗണ്ടിന് പറ്റിയ സോങ് ആണോ എന്ന് നന്നായിട്ട് നോക്കിയിട്ടേ പാട്ട് എടുക്കാവൂ കേട്ടോ. ഓക്കെ മോളെ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, ദേവു, എന്തോ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? സുഖാണ്. ഞാൻ സത്യം പറയട്ടെ, മോള് സോൾഫുൾ മെലഡി പാടുന്നു എന്നാ ഞാൻ വിചാരിച്ചത്. ഷാനിക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. ഞാൻ ആ എക്സാക്ട് സമയത്താണ് നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഇത് ഫാസ്റ്റ് നമ്പർ ആണോ എന്ന് ഒന്നിച്ച് മോള് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ദൈവമേ ഇത് ഫാസ്റ്റ് നമ്പർ ആണല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗണ്ടിന് ചേർന്ന ഒരു പാട്ടല്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ ജഡ്ജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. മോക്ക് മനസ്സിലായോ? അപ്പം നെക്സ്റ്റ് ടൈം മോള് വരുമ്പോൾ ഏതാണോ റൗണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. റിം ചേച്ചി, ഹേയ് പാലാക്കാരി, ഹേയ് പ്രഭു. ചക്ര എന്ത് സ്വീറ്റ് വോയിസ് ആടാ നിന്റെ. താങ്ക് നേരത്തെ യു. നമ്മുടെ പാറു പറഞ്ഞ പോലെ ഒരു കുയില് വന്ന് പാടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, കുക്കു കുക്കു കുയിലേ എന്റെ കൈ നോക്കുമോ, ആരും കാണാതിന്നോടൊരു കൈ എന്നൊക്കെ പറഞ്ഞ് ആ കുയിൽ ഇങ്ങനെ നിന്ന് തല മാത്രം ആട്ടിക്കൊണ്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. നല്ല കഴിവുള്ള കുട്ടിയാ. നല്ല ഈ ആളാണ് പാടുന്ന, ഈ ആളുടെ തൊണ്ടേന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. അത്ര നല്ല സ്വീറ്റ് വോയിസാ. പിന്നെ ചില പിച്ച് ഔട്ട്സ് ഒക്കെ അത് കുഞ്ഞു കൊച്ചല്ലേ. അപ്പൊ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രൂമേഴ്സ് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരോടല്ല നമ്മളിത് പറയേണ്ടത്. ഇവിടം വരെ എത്തിയില്ലേ, പാലായിൽ നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ, അപ്പം നമുക്ക് ഇനി എത്തണ്ടേ? എത്തണോ? അപ്പൊ എത്തിക്കങ്ങോട്ട്. അതിന് എന്ത് ചെയ്യണം? സെലക്ഷനും പ്രാക്ടീസും എല്ലാം കൂടെ വേണം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്കിനി മാർക്സ് അറിയാം. ഹരിച്ചേട്ടാ, ഇന്നത്തെ ഒരു സോങ് സെലക്ഷനിൽ ഉണ്ടായ ഒരു തെറ്റിൽ തരുന്നത് കേട്ടോ. 7 out of 10. താങ്ക് യു താങ്ക് യു സർ. ഹരിച്ചേട്ടാ. ഷാനിക്ക, എനിക്കും സെയിം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ മാർക്ക് ഒരിക്കലും മോളുടെ സിംഗിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു മാർക്കല്ല കേട്ടോ. 7. താങ്ക് യു Thank you, sir. ഷാനിക്ക. എന്റെ മാർക്ക് 7.5 കേട്ടോ. താങ്ക് യു. 21.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ദേവുട്ടിക്ക്. സാരില്ല, നമുക്ക് അടുത്ത തവണ പൊളിക്കാം. താങ്ക് യു. ഓക്കേടാ.